മലപ്പുറം പള്ളിപ്പുറത്തു നിന്ന് കാണാതായ വിഷ്ണുജിത്തിനായി അന്വേഷണം ഊർജിതം. അവസാന ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരുകയാണ്. വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞാണ് വിഷ്ണുജിത്ത് പാലക്കാട് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വിവരങ്ങളുമായി സാനിയോ മനോമിയുണ്ട് കോഴിക്കോട് നിന്നും. സാനിയോ, ഈ മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും പാലക്കാട് കഞ്ചിക്കോട് വെച്ചാണ് വിഷ്ണുജിത്ത് അവസാനമായി വിഷ്ണുജിത്തിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ ലഭിക്കുന്നതെന്ന് പറയുന്നു. ഏതു രീതിയിലായിരിക്കും അന്വേഷണം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാനിയോ? ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതോടെ 4 ദിവസമായിരിക്കുകയാണ് വിഷ്ണുജിത്തിനെ കാണാതായിട്ട്. അതായത് ജില്ലാ പോലീസ് മേധാവിക്ക് ബന്ധുക്കൾ ഇത് കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാടാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അദ്ദേഹം അമ്മയോട് 500 രൂപ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കല്യാണ ആവശ്യത്തിനായി പണം കണ്ടെത്താൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതിനുശേഷം 1 ലക്ഷം രൂപ സുഹൃത്ത് നൽകിയെന്ന് ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് താൻ അന്ന് മടങ്ങുന്നില്ല, കഞ്ചിക്കോടുള്ള ബന്ധുവീട്ടിൽ തങ്ങുകയാണെന്നും പറഞ്ഞിരുന്നു. പക്ഷേ രാത്രി 8 മണിയോടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നീട് വിളിച്ചിട്ട് കിട്ടിയില്ല. ബന്ധുവീട്ടിൽ വിളിച്ചെങ്കിലും അവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിയിച്ചത്. അതിനുശേഷമാണ് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വിഷ്ണുജിത്ത് പോകാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും ബന്ധുക്കൾ പോലീസിനെയും കൂട്ടി അന്വേഷിച്ചെങ്കിലും എവിടെ ഒന്നും ഒരു വിവരവുമില്ല. ടവർ ലൊക്കേഷൻ അവസാനമായി കഞ്ചിക്കോടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ടവർ ലൊക്കേഷനും അതുപോലെ CCTV ദൃശ്യങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. വിഷ്ണുജിത്തിനൊപ്പം പോയ സ്ഥലങ്ങളിലൊക്കെ ഇവർ അന്വേഷിച്ചിരുന്നെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബന്ധുക്കൾക്ക് വലിയ ആശങ്കയുണ്ടെന്നാണ് അവരിപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടവർ ലൊക്കേഷൻ തന്നെയായിരിക്കും പ്രധാനമായും അന്വേഷണ കേന്ദ്രമാവുക. പക്ഷേ അത് കഞ്ചിക്കോടാണ്, അവിടെയാണ് ബന്ധുക്കളുള്ളത്. ആ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് എങ്ങോട്ട് പോയി എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യവുമാണ്. ഇന്നേക്ക് 4 ദിവസമായി. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുക തന്നെയാണ്. ഓക്കെ, സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.